നമസ്കാരം. UDF-നെ ഊരാക്കുടുക്കിലാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഒരു വിഭാഗത്തിന്റെ എതിർപ്പ് അവഗണിച്ചും സംരക്ഷണം നൽകാൻ കോൺഗ്രസ് നേതൃത്വം കച്ചകെട്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണോ സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ വേരുകളുള്ള പാർട്ടി എന്ന് നിങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന കോൺഗ്രസിന്റെ മര്യാദ, നീതി? രാഹുലിനെതിരെ ഷാഫി പറമ്പിലിനോട് പരാതിപ്പെട്ടിരുന്നുവെന്ന് വെളിപ്പെടുത്തിയതിന് പിന്നാലെ MA ഷഹനാസിനെ സാംസ്കാരിക സാഹിതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. സ്വന്തം കൂട്ടത്തിലുള്ള ഒരുവൾ തന്നെ രാഹുലിന് നേരെ വിരൽ ചൂണ്ടിയപ്പോൾ പോലും യാതൊരു ഉളുപ്പുമില്ലാതെ ഇത്രയും കോൺഗ്രസ് രാഹുലിന്റെ പീഡനത്തിന്റെ വിഴുപ്പ് ചുമന്ന് നാറി വെളുത്തു നിൽക്കുമ്പോഴും ആ സ്ത്രീയെ പിടിച്ചു പുറത്താക്കാനുള്ള കോൺഗ്രസിന്റെ തൊലിക്കട്ടി സമ്മതിക്കണം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് എതിർ പാർട്ടിക്കാർ നടത്തുന്ന വലിയ ഗൂഢാലോചനയിൽ പെട്ടുപോയ പാവം കുഞ്ഞാടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വേണമെങ്കിൽ കോൺഗ്രസുകാർക്ക് വാദിക്കാം. ആദ്യത്തെ സ്ത്രീ വിവാഹിതയായിരുന്നു എന്നും രണ്ടാമത്തെ സ്ത്രീക്ക് പേരും നാളും ഊരുമില്ല എന്നും മൂന്നാമത്തെ സ്ത്രീ രാഷ്ട്രീയ ചേരി മാറിയെന്നും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കഥകൾ മെനഞ്ഞിറക്കി കേരളത്തിലെ പൊതുജനത്തിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കാം. പക്ഷേ രാഹുൽ ഉണ്ടാക്കിയ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ എങ്ങനെ മറ്റു പാർട്ടിക്കാരുടെ തലയിൽ കൊണ്ടുവയ്ക്കും? രാഹുലിന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ ഇനി കുട്ടികളില്ല എന്ന് കോൺഗ്രസിന് ഉറപ്പിച്ചു പറയാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ കുഞ്ഞിന്റെ പിതൃത്വം നിങ്ങൾ ഏത് പാർട്ടിയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുമെന്ന് കൂടി പറയണം. KPCC സംസ്കാര സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ജനറൽ സെക്രട്ടറി കൂടിയായ ഷഹനാസിനെ പുറത്താക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തന്നോടും മോശമായി പെരുമാറിയെന്ന് കഴിഞ്ഞ ദിവസം ഷഹനാസ് വെളിപ്പെടുത്തിയിരുന്നു. രാഹുൽ തന്നോട് മോശമായി പെരുമാറിയ കാര്യം അന്ന് ഷാഫിയെ അറിയിച്ചിരുന്നു എന്നും പുച്ഛവും പരിഹാസവുമായിരുന്നു പ്രതികരണമെന്നും അവർ തുറന്നടിച്ചു. കർഷക സമരത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കുമെന്നാണ് താൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു. പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത്. അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരുന്ന സമയത്ത് ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു ഷാഫിയുടെ മറുപടി എന്ന് യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ഷഹനാസ് വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയുടെ നെറുകേടുകൾ വിളിച്ചു പറയുന്നവരുടെ ശബ്ദം അടിച്ചമർത്തി തന്നെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് പരിചയം. അധികാരം കിട്ടണം, സ്ഥാനമാനങ്ങൾ കിട്ടണം. അതിനുവേണ്ടി ഏത് വ്യക്തിയെയും ചവിട്ടിയരയ്ക്കാനും ആരെയും പിന്നിൽ നിന്ന് കുത്താനും ഏത് നെറുകെട്ടവനെയും ചുമക്കാനും പാർട്ടി തയ്യാറാകും. ഇന്ദിരാഗാന്ധിയുടെയും കരുണാകരന്റെയും ചരിത്രം പറയുന്ന കേരള കോൺഗ്രസ് ഒന്ന് മനസ്സിലാക്കണം. മുൻ തലമുറക്കാർ ആനപ്പുറത്തിരുന്നത് കൊണ്ട് ഇതുവരെയും ഒരു പിന്മുറക്കാരനും തഴമ്പുണ്ടായ ചരിത്രമില്ല. കോൺഗ്രസിന് മാത്രമായി ആ ചരിത്രം തിരുത്തി എഴുതാനും കഴിയില്ല. കഴിഞ്ഞ നാളുകളിൽ ചൂണ്ടിക്കാണിക്കാൻ ഇത്തരത്തിലുള്ള അടിപിടിയും അക്രമവും പെണ്ണുകേസുമല്ലാതെ കോൺഗ്രസ് പാർട്ടിക്ക് മറ്റൊന്നുമില്ല എന്നതാണ് വാസ്തവം. എത്ര ചന്ദനം ചാരി മുൻകാലങ്ങളിൽ നിന്നു എന്ന് പറഞ്ഞാലും രാഹുലിനെ പോലെ ഒരു ചാണകത്തിനെ തലയിൽ ചുമന്നു നടന്ന കോൺഗ്രസുകാർക്ക് ആ നാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ചധികം സമയം പിടിക്കുമെന്ന കാര്യം സത്യമാണ്. സ്വന്തം കൂട്ടത്തിൽപ്പെട്ട സ്ത്രീയുടെ ശബ്ദം പോലും മൂടിക്കെട്ടി പിടിച്ചു പുറത്താക്കി ഞെളിഞ്ഞിരിക്കുന്ന നിങ്ങളെ എങ്ങനെ വിശ്വസിച്ചു കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ വോട്ട് തരും? ഒരു കുടത്തിന്റെ വായ മൂടിക്കെട്ടി എന്നതുകൊണ്ട് ശബ്ദിക്കുന്ന ആക്രോശിക്കുന്ന 1000 കുടത്തിനും വായ ഉണ്ടെന്ന് മറന്നു പോകരുത് കോൺഗ്രസുകാരെ. ഇനി അഴിഞ്ഞു വീഴും ഇതുപോലെ മാലാഖയുടെ കുപ്പായത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ചെകുത്താന്മാരുടെ ഒക്കെ മുഖംമൂടികൾ. കാത്തിരിക്കുകയാണ് കേരളം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച